അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 5 മിനിറ്റ് പോലും വേണ്ട, അതിനുള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതിൽ എളുപ്പം സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ കപ്പിനാണ് ഞാനിപ്പോൾ എല്ലാം എടുക്കുന്നുള്ളത്. ഇതിൽ ഫുള്ളില്ല, ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ടീ കപ്പാണ് എടുത്തിട്ടുള്ളത്. എല്ലാവരും വീട്ടിലും അളവ് കപ്പ് ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ടീ കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് കപ്പിനാണോ എടുക്കുന്നത് ഈ അളവ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇപ്പം ഞാൻ 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുക, ഇത്രയും മതി. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ പിന്നീട് ചേർത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ അളവ് ഈ കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. അത്രയും മതി. ഈ തേങ്ങ നന്നായിട്ടൊന്ന് ഒതുക്കി വരാം, കൂടുതൽ അരക്കണ്ട, ഒന്ന് ഒതുക്കി എടുത്താൽ മതി. ഇപ്പം തേങ്ങ ഞാൻ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് നല്ല തണുപ്പുള്ള തേങ്ങയായതുകൊണ്ട് അത് ഇങ്ങനെ മുകളിൽ ഒരു പാട പോലെ കെട്ടി നിൽക്കുന്നത്. ഞാനിപ്പോൾ ഫ്രീസറിന് എടുത്തതേ ഉള്ളൂ, അതിൻ്റെ പേരിലാണ് അങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു കപ്പ്, നേരത്തെ അളവിൻ്റെ കപ്പ് തന്നെ, അതിലോട്ട് 1 കപ്പ് മൈദാപ്പൊടി അതിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതേ കപ്പിന് തന്നെ റവയാണിത്, വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഇനി വീണ്ടും 1 കപ്പ് റവ തന്നെ ചേർക്കുക. അതായത് ടോട്ടലി 2 കപ്പ് റവയും 1 കപ്പ് മൈദയും 1/4 കപ്പ് തേങ്ങയും 2 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ടോട്ടൽ എടുത്തിട്ടുള്ളത്. ഇതിൽ ഉപ്പ് പോരാ, നേരത്തെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കണമെന്നൊന്നുമില്ല. ഈ റവ കുറച്ച് ലൂസാണെങ്കിൽ അപ്പോൾ തന്നെ ഈ വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറച്ച് കട്ടിയാവും. ഇപ്പോൾ വെള്ളം കൂടിപ്പോയിന്നുണ്ടെങ്കിൽ 1/4 കപ്പ് മൈദാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഓരോ റവക്ക് വെള്ളം ഇങ്ങനെ വ്യത്യാസം വരും. ഇപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ മുറുക്കി കിട്ടണം കേട്ടോ. അഥവാ നിങ്ങൾക്ക് കുറച്ച് ലൂസാണെങ്കിൽ കുറച്ചും കൂടി മൈദാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടൈറ്റിൽ തന്നെ കിട്ടും. നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇത്ര വലുപ്പത്തിലുള്ള ബോളാക്കി മാറ്റണം. ചെറുനാരങ്ങയേക്കാളും കുറച്ച് വലുപ്പത്തിലുള്ള ബോളാക്കി എടുക്കുക. അങ്ങനെ ഓരോ ബോളാക്കിയിട്ട് ഇടവെക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അങ്ങനെ ഞാനെല്ലാം ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പൂരി പ്രസ്, പത്തിരി പ്രസ് എന്നൊക്കെ പറയുന്നില്ലേ, അത് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാൻ. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മറ്റൊരു കവർ കൊണ്ട് ഇതിനൊന്ന് മൂടാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി, കൂടുതൽ പ്രസ് ചെയ്യണ്ട. ഇത്രയും മതി. കാണിച്ചുതരാം എത്ര തിക്ക് വേണമെന്ന്. കാണാൻ പറ്റുന്നുണ്ട്. ഇത്ര തിക്ക് വേണം, നിർബന്ധമായിട്ട് ഇത്ര തിക്ക് വേണം. ഇതിലും നേരിയതാകാൻ പാടില്ല. എന്നിട്ട് നമുക്ക് ഒന്നിച്ചിട്ട് തന്നെ ഒരു പ്ലേറ്റിലോട്ട് ഇതിലൊന്ന് വെച്ച് കൊടുക്കാം. ഒട്ടിപ്പിടിക്കുന്നില്ല. എല്ലാ ബോൾസും ഇങ്ങനെ ഞാനിപ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാം. അതുപോലെ പ്രസ് എടുക്കാം, കവറ് വെക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു കവർ വെച്ചിട്ട് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ പ്ലേറ്റിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ സമയം നമുക്ക് തീയൊന്ന് ഒരു സോസ് പാനിലോട്ട് കുറച്ചധികം ഓയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തീ കൊടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ സമയം അത്രയും ലാഭമാണ്. അപ്പോൾ ഇത്രയും ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. എല്ലാ ബോൾസും ഞാൻ പരത്തി ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ സമയത്ത് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവണം. എന്നിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇപ്പോൾ ഒന്നും തുടങ്ങുന്നു വേണ്ട, അങ്ങനെ തന്നെ പൊങ്ങി വരും. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. കാണിച്ചു തരാം. അടുത്തതും ഇതെടുക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം. ഒട്ടും തന്നെ ഇതിൽ ഓയിൽ പിടിക്കില്ല. ഇത് പൊങ്ങിയത് താത്തുമില്ല. രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം വരെ ഇതിങ്ങനെ പൊങ്ങി തന്നെ ഇരിക്കും. ഇത് രണ്ടാമത്തെയാണ്. ഇതെല്ലാം പൊങ്ങി വരുന്നുണ്ട്. തൊട്ട് കൊടുക്കൊന്നും വേണ്ട. പൊങ്ങിയിട്ട് ഒരു ഇളം ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കൊന്ന്
തിരിച്ചിട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് കാണിക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല. ഇത് ഞാൻ തന്നെ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വളരെ എളുപ്പത്തിൽ, ഇതിലും എളുപ്പം സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇപ്പോൾ ഇത് പൊങ്ങി, ഞാൻ പറഞ്ഞില്ലേ, ഇത് രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം വരെ ഇങ്ങനെ പൊങ്ങി തന്നെ ഇരിക്കും. ഒട്ടും തന്നെ ഓയിലൊന്നും ഇല്ല. എൻ്റെ കയ്യിലൊന്നും ഒട്ടും ഓയിലില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക.